നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീൽ ടീമിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് ഡൊറിവാൾ ജൂനിയറെ പുറത്താക്കാനുള്ള സാധ്യത തെളിയുകയാണ്. ഇന്ന് അതിനിർണായകമായ മീറ്റിംഗ് ഉണ്ട്. CBFൻ്റെ പ്രസിഡന്റ് എഡിനാൾഡോ റോഡ്രിഗസും കോച്ച് ഡൊറിവാൾ ജൂനിയറും ഒപ്പം നാഷണൽ ടീമിൻ്റെ ഡയറക്ടർ റോഡ്രിഗോ കെയ്റ്റേനോയും ഇന്ന് കാണുന്നുണ്ട്. ഇന്ന് മീറ്റിംഗ് ഉണ്ട് എന്ന് റിപ്പോർട്ട് വരുന്നു. ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് സെലക്കാവോ സ്പോർട്ട് TV ആണ്. അവരുടെ പ്രസൻറ്റർ ആൻഡ്രേ റിസേക്കിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഗ്ലോബോ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അതിനിർണായകമായ മീറ്റിംഗ് ആണ്. അപ്പം റിസേക്ക് പറയുന്നത് ഈ കാര്യം കൃത്യമായിട്ട് ഇപ്പോൾ എഡിനാൾഡോ റോഡ്രിഗസ് അറിയിച്ചിട്ടുണ്ട്. ഡൊറിവാൾ ജൂനിയറുമായിട്ടും റോഡ്രിഗോ കെറ്റേനയുമായിട്ടും ഇന്ന് ഫ്രൈഡേ ആഫ്റ്റർനൂണിൽ ഒരു മീറ്റിംഗ് നടക്കുന്നു. മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. CBFൻ്റെ പ്രസിഡന്റ് അർജൻറ്റീനയോട് ഇങ്ങനെ ടീം പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല. ഇന്ന് കോച്ചിനെ കണ്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ മാധ്യമങ്ങളോട് പ്രസിഡന്റ് സംസാരിക്കുകയുള്ളൂ. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് കോച്ചിനെ പുറത്താക്കണം എന്നുള്ളൊരു ഭാഗത്ത് വരുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിലൊക്കെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി എന്താണ് ഡൊറിവാൾ ജൂനിയർക്കും അതുപോലെ തന്നെ കെറ്റേനയ്ക്കും പറയാനുള്ളത്, ഈ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് പോവുകയുള്ളൂ. ഇതിൽ ഇപ്പോൾ കോച്ചിൻ്റെ കാര്യം മാത്രമല്ല, കറണ്ട് കോച്ചിങ് സ്റ്റാഫിൻ്റെ കാര്യവും അർജൻറ്റീനയിലെ പരാജയത്തിൻ്റെ കാര്യവും ഒക്കെ ചർച്ചയിലേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു. ചുരുക്കത്തിൽ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് ആണ്. ഈ മീറ്റിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ ദേശീയ ടീം പരിതാപകരമായ പെർഫോമൻസ് നടത്തുന്നു, ഇതിനൊരു എക്സ്പ്ലനേഷനാണ് ഡൊറിവാൾ ജൂനിയറോട് ചോദിക്കാൻ പോകുന്നത്. ഡൊറിവാൾ ജൂനിയറുടെ മറുപടി എന്താണ് എന്ന കാര്യങ്ങളൊക്കെ വിലയിരുത്തിയതിന് ശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാവിയിൽ CBF ഒരു തീരുമാനമെടുക്കുക. തീർച്ചയായിട്ടും തൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് അൺസർട്ടനിറ്റി ഉണ്ട് എന്നുള്ളത് ഡൊറിവാൾ ജൂനിയറും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്നലെ അർജന്റീനയ്ക്കെതിരെ തോറ്റതിന് ശേഷം അദ്ദേഹം അത്തരത്തിൽ പ്രതികരിക്കുകയും ചെയ്തു. ഇതൊന്നും എൻ്റെ കയ്യിലുള്ള കാര്യമല്ല, പക്ഷേ എനിക്ക് തുടരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്തായാലും ഇന്നത്തെ മീറ്റിംഗിൽ എന്ത് സംഭവിക്കും കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.